ചരിത്രം പുഴകളിലൂടെ ഒഴുകിയെത്തിയ ഒരു നാട്, ഇരുവഴഞ്ഞി തഴുകിത്തലോടുന്ന ശാദ്വല ഭൂമി ചേന്നമംഗല്ലൂർ. കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പച്ചത്തുരുത്താണിത്. ഈ പുഴ പകർന്നു നൽകിയ തനിമയും തെളിമയുമാണ് ഈ നാടിന്റെ ഓരോ ശ്വാസവും. ഇത് വെറുമൊരു ഗ്രാമമല്ല, അറിവിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഒരു ജനത പടുത്തുയർത്തിയ സംസ്കാരത്തിന്റെ വിദ്യാലയമാണ്. കാലം മായ്ക്കാത്ത ഓർമ്മകളുടെ ഈ തീരങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മണാശ്ശേരിയിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ പൊറ്റശ്ശേരിയുടെ മണ്ണിൽ നിന്നാണ് ചേന്നമംഗല്ലൂരിന്റെ അതിരുകൾ ആരംഭിക്കുന്നത്. ചരിത്രം തുടിക്കുന്ന ഈ പ്രവേശന കവാടം കടന്നാൽ നമ്മൾ സ്നേഹത്തിന്റെ ഗ്രാമവീഥികളിലെത്തുകയായി. ഗ്രാമത്തിന്റെ ഒരു അതിരിലായി മംഗലശ്ശേരി എന്ന പ്രകൃതിയുടെ പച്ചപ്പട്ടണിഞ്ഞ പൂർവ്വ വനപ്രദേശം നിലകൊള്ളുന്നു. വടക്ക് വശത്ത് വിശാലമായ പാടശേഖരങ്ങൾ. ഈ പ്രദേശം ഗ്രാമത്തിന്റെ സുപ്രധാനമായ മറ്റൊരു അതിരാണ്. ആറിന്റെ പുറമായ ആറ്റുപുറം എന്നാണ് പേരെങ്കിലും നാട്ടുകാർ ഇതിനെ സ്നേഹത്തോടെ മിനി പഞ്ചാബ് എന്ന് വിളിക്കുന്നു. ഈ പച്ചപ്പാർന്ന അതിരുകൾക്കുള്ളിലാണ് ചേന്നമംഗല്ലൂർ എന്ന വിജ്ഞാന ഗ്രാമം വിരിഞ്ഞു നിൽക്കുന്നത്. ഇരുളിനെ അറിവിന്റെ വെളിച്ചം കൊണ്ട് തുരത്തിയ അക്ഷര വിപ്ലവമാണിവിടെ നടന്നത്. 1926 ഒരു ചെറിയ മദ്രസ കെട്ടിടത്തിൽ വിതച്ച അറിവിന്റെ വിത്താണ് ഇന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ വിജ്ഞാന ഗോപുരങ്ങൾ. നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അടിവേരായി നിൽക്കുന്ന ചേന്നമംഗല്ലൂർ ഗവൺമെന്റ് UP സ്കൂളും അറിവിന്റെ അടിത്തറ പാകുന്ന ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂളും അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളും ഈ ഗ്രാമത്തിന്റെ അക്ഷരയാത്രയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത ഇസ്ലാഹിയ കോളേജും എയ്ഡഡ് കോളേജായ സുന്നിയ അറബിക് കോളേജും മതപഠനത്തിന് പ്രാധാന്യം നൽകുന്ന KC ഫൗണ്ടേഷനും ഈ നാടിനെ ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റി. 5 അംഗനവാടികളും മദ്രസകളും അതോടനുബന്ധിച്ച പ്രൈമറി വിദ്യാലയങ്ങളും ചേന്നമംഗല്ലൂരിന്റെ സവിശേഷതയാണ്. പട്ടിണിയും പ്രയാസങ്ങളും നിറഞ്ഞ ആ പഴയ കാലത്ത് മീൻ പിടിച്ചും വയലിൽ പണിയെടുത്തും കഴിഞ്ഞിരുന്ന ഒരു തലമുറയെ അക്ഷരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്നത് വലിയ ദൗത്യമായിരുന്നു. ചേന്നമംഗല്ലൂർ എന്ന് പറയുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ വരദാനം എന്ന് അതിനെപ്പറ്റി പറയാം. ഈ പുഴയുടെ ഈ കരയിൽ താമസിക്കുന്ന ആളുകളാണുള്ളത്. അവരുടെ ജീവിതവും ആ പുഴയുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. ഒന്ന്, കൃഷി വയലുകൾ കാണുന്നില്ലേ, ഈ വയലുകളായിരുന്നു അന്നത്തെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് നിത്യവൃത്തിക്കുള്ള ഒരു ആധാരം. അത് യഥാർത്ഥത്തിൽ ആരുടെ മുതലാളിമാരുടെ കയ്യിലാണ്, ജന്മിമാരുടെ കയ്യിലാണ്. പക്ഷേ കാർഷിക ജോലിക്ക്, പ്രത്യേകിച്ച് കന്നുകൂട്ട് പോലെയുള്ള ജോലികൾക്കാണ് ആളുകൾക്ക് അന്നില്ല. വളരെ ദരിദ്രമായിരുന്നു നാട്ടിലെ സ്ഥിതി. ജോലിയും ചെറുപ്പക്കാർക്കൊന്നും മിക്കവാറുമില്ല. ഉള്ളത് ബീഡിത്തുറുപ്പ് എന്ന് പറയുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ബീഡി ഉണ്ടാക്കുന്ന പടി, അതാണ് നല്ലൊരു ഭാഗത്തിൽ. വേറെ ഈ വെസ്റ്റ് ചേന്നമംഗല്ലൂരിലുള്ള ആളുകളെല്ലാം തന്നെ മരത്തിൽ ഈ പിലാവിലൊക്കെ പോയിട്ട് ഇല വെട്ടി അത് ഇതാക്കി ഈ ഇരുവിഞ്ഞപ്പുഴയിൽ തൂണി ഉണ്ടാവും. ആ തൂണിയിൽ കല്ലായി പോയി കൊണ്ടുകൊടുത്ത്, കല്ലായിൽ കോഴിക്കോട് കൊടുത്തത് അങ്ങനെ വിറ്റ് അതിലിടുന്ന കാശ് കൊണ്ട് ചരക്കുകൾ വാങ്ങി ഇങ്ങോട്ട് വരും, ഇവിടെയുള്ള പീടികകളിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ജീവിതം ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ചേന്നമംഗല്ലൂർ ഉദയമംഗലം ജുമാഅത്ത് പള്ളി കമ്മിറ്റി ഇല്ല അന്ന്, കാരണവന്മാരെ നടത്തുക. അപ്പോൾ കാരണവന്മാരടങ്ങിയ ഒരു സമിതി ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിൽ 1926 മദ്രസ കെട്ടിടത്തിൽ ഒരു സ്കൂൾ അനുവദിച്ചു. 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഉപരിപഠനത്തിന് വഴികളില്ലാതിരുന്ന ഒരു കാലത്താണ് ചേന്നമംഗല്ലൂരിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിക്കൊണ്ട് ചേന്നമംഗല്ലൂർ ഹൈസ്കൂൾ ഉയർന്നു വരുന്നത്. നാട്ടുകാരുടെ നിശ്ചയദാർഢ്യവും അധ്വാനവും വിയർപ്പും ഒത്തുചേർന്നപ്പോൾ ഹൈസ്കൂൾ കുന്നിൽ അറിവിന്റെ പുതിയൊരു കൊട്ടാരം തന്നെ പടുത്തുയർത്തപ്പെട്ടു. പുഴ വഴി തോണികളിൽ കല്ലും മണ്ണും ചുമന്നെടുത്ത് ഈ നാട് ഒന്നാകെ കൈകോർത്തപ്പോൾ പിറന്നത് കേവലം ഒരു വിദ്യാലയമല്ല, വരും തലമുറയ്ക്കുള്ള വലിയൊരു വാഗ്ദാനമായിരുന്നു. ആവേശകരമായിരുന്നു ആ നിർമ്മാണ ചരിത്രം. 1964 ചേന്നമംഗല്ലൂർ ഹൈസ്കൂൾ സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് തന്നെ 1926 മുതൽ ചേന്നമംഗല്ലൂരിൽ LP സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. UP സ്കൂളും ഉണ്ട്. പക്ഷേ UP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മുക്കത്ത് പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് പോകണം. അന്ന് ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളായിരുന്നില്ല. അപ്പോൾ നടന്ന് വളരെ പ്രയാസപ്പെട്ട് വേണം ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടുകളിൽ പോയി പഠിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റമാണ് 1964 ഇവിടെ ഹൈസ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായത്. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ചേന്നമംഗല്ലൂർ. വളരെ നേരത്തെ തന്നെ LP സ്കൂളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂൾ വന്നതോടുകൂടെ നേരത്തെ 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിച്ചു
മറ്റു വഴികളിലേക്ക് മാറിപ്പോയിരുന്ന കൃഷി പണികളിലേക്കും അതുപോലെയുള്ള മറ്റു തൊഴിലുകളിലേക്കും ഒക്കെ നീങ്ങിയിരുന്ന ആളുകൾ പിന്നീട് തുടർ വിദ്യാഭ്യാസത്തിന് സാധ്യതയുണ്ടായി, അതിന് അവസരങ്ങളുണ്ടായി എന്നതാണ് ഹൈസ്കൂൾ ആരംഭിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു നേട്ടം. വളരെ കുറഞ്ഞ ആളുകൾ, 7ാം ക്ലാസ് കഴിയുന്ന എല്ലാ ആളുകളും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേരത്തെ പോയിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്ഥാപനം ഉണ്ടായിരുന്നില്ല, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഹൈസ്കൂൾ ആരംഭിച്ചതോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും, ഇവിടെ 7ാം ക്ലാസ് കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളും ഹൈസ്കൂളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. SSLC കഴിഞ്ഞ് അതിന് തുടർ വിദ്യാഭ്യാസം പിന്നീട് കോളേജ് തലങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടായത് ഹൈസ്കൂൾ ഇവിടെ ആരംഭിച്ചത് മുതലാണ്. അതിനു മുമ്പ് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് 7ാം ക്ലാസ് UP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉയരങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഇതാണ് ആ സമയത്തുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. വലിയ മാറ്റമാണ് ആ നിലക്ക് ഹൈസ്കൂളിന്റെ സ്ഥാപനത്തോടുകൂടെ ഉണ്ടായത്. പുഴയുടെ ഈർപ്പമുള്ള മണ്ണിൽ പൊന്നു വിളയിച്ചവരാണ് ചേന്നമംഗലൂരുകാർ. ഇവിടത്തെ പാടശേഖരങ്ങളിൽ ഇന്നും നെൽകൃഷിയുടെ പച്ചപ്പ് മായാതെ നിൽക്കുന്നു. ലാഭനഷ്ടങ്ങളുടെ കണക്കുപുസ്തകങ്ങൾ മാറ്റിവെച്ച് പാരമ്പര്യത്തിന്റെ കരുത്തിൽ കൃഷിയെ നെഞ്ചേറ്റുന്ന ഐമുട്ടിക്കയെ പോലെയുള്ള കർഷകരാണ് ഈ നാടിന്റെ യഥാർത്ഥ നട്ടെല്ല്. ഞാൻ പഴയ കാലത്ത് സ്കൂളിൽ പോണ കാലത്ത് സ്കൂളിൽ വന്നിട്ട് ചോലയിലെ പറമ്പിൽ കൊത്തി പതുക്കുക. അന്നും നെല്ലുമ്മലാ താല്പര്യം. സ്കൂളിൽ വന്നിട്ട് പോയി കൊത്തി കളിച്ചിട്ട് പഴയ കാലത്തെ പറമ്പിലെ വിത്ത് കൊണ്ടുവന്ന് നെല്ലുണ്ടാക്കാറുണ്ടായിരുന്നു. അത് അങ്ങനെ ഉണ്ടായിരുന്നു. അതുമ്പോൾ തന്നെ പിന്നീട് സ്കൂളിൽ നിന്ന് കന്നൂട്ടിൻ്റെ ജോലിയിലാണ് കയറിയതിന് ശേഷം അന്നും കുറേശ്ശെ പാഠം വാങ്ങും. കൂട്ടുമുണ്ടാന്ന് പറഞ്ഞത് വെള്ളമുണ്ടാന്ന് പറഞ്ഞ പേരിലുള്ള വിത്തുണ്ടായിരുന്നു. പറമ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലുരുണി പറഞ്ഞൊരു വിത്തുണ്ടായിരുന്നു. ചാമോടൻ എന്ന് പറഞ്ഞൊരു വിത്തുണ്ടായിരുന്നു. കൊയിങ്ങിലെന്ന് പേരുള്ള ഒരു വിത്തുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴതൊന്നും എവിടെയും കാണാനില്ല. മണ്ണിനെ സ്നേഹിക്കുന്ന ആ പഴയ തലമുറയുടെ കരുത്താണ് ഇന്നും ഈ ഗ്രാമത്തെ പച്ചപ്പണിയിക്കുന്നത്. അറിവിനൊപ്പം അലിവും നിറഞ്ഞ മണ്ണാണിത്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതകളിൽ തണലേകാൻ സായാഹ്നവും നാടിന്റെ തണലായ സ്നേഹാലയം എന്ന സാംസ്കാരിക കേന്ദ്രവും ഇവിടെയുണ്ട്. ഓരോ മനുഷ്യനെയും ചേർത്തുപിടിക്കുന്ന സ്നേഹത്തിന്റെ ഈ ശൃംഖലയാണ് ചേന്നമംഗലൂരിന്റെ കരുത്ത്. ഗ്രേസ് പാലിയേറ്റീവ് കെയറും പ്രകൃതിയോടിണങ്ങിയ ചികിത്സാ രീതികളുമായി യുനാനിയും ഹൈജീനും ഈ ഗ്രാമത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നു. ചേന്നമംഗലൂരിന്റെ വളർച്ചയുടെ ഓരോ പടവിലും മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലേറ്റുവാങ്ങിയ ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പ് തുള്ളികളുണ്ട്. കടൽ കടന്നുപോയവർ ഈ നാടിനെ മറന്നില്ല. മറിച്ച് ജന്മനാടിന്റെ ഓരോ സ്വപ്നസ്പന്ദനത്തിലും അവർ കൂടെയുണ്ടായിരുന്നു. വിദേശ മണ്ണിലിരുന്ന് ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് ചാലകശക്തിയായി മാറിയ ഖത്തർ ഇസ്ലാഹിയ അസോസിയേഷൻ, ഇപ്പോൾ കിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മയും UAEയിലെ സിയ, സൗദിയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസ കൂട്ടായ്മകളും ചേന്നമംഗലൂരിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സാന്ത്വനമാണ്. ബാക്കി നാടുകളിൽ നിന്നൊക്കെ ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് പോയ സ്ഥാനത്ത് ചേന്നമംഗലൂരിൽ നിന്ന് ആദ്യമായി ഗൾഫിലേക്ക് പോകുന്നത് ഉപരിപഠനത്തിനാണ്. ഇവിടെയുള്ള 2-3 ഇപ്പോൾ പ്രഗത്ഭരായിരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഉപരിപഠനത്തിന് വേണ്ടി ഖത്തർ യൂണിവേഴ്സിറ്റികളിലേക്കും അവിടുത്തെ റിലീജിയസ് സ്ഥാപനങ്ങളിലേക്കും പോയി. ആ പോക്കാണ് ചേന്നമംഗലൂരിലെ ഗൾഫ് പ്രവാസത്തിലേക്കും ചേന്നമംഗലൂരിൻ്റെ മൊത്തം ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മാറ്റത്തിനും തുടക്കം കുറിക്കുന്നത്. ഓലമേഞ്ഞ വീടുകൾ ഓടിട്ടതായും പട്ടിണി നിറഞ്ഞ വീടുകളിൽ അടുപ്പുകൾ പുകയുന്നതായും മാറ്റിയെടുക്കാൻ ഈ പ്രവാസി കൂട്ടായ്മകൾക്ക് സാധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയിലും ആതുര സേവന രംഗത്തും അവർ നൽകിയ കരുതലാണ് ഇന്നത്തെ ഈ ആധുനിക ഗ്രാമത്തിന്റെ നട്ടെല്ല്. ദൂരദേശത്തിരുന്ന് സ്വന്തം നാടിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച ആ വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല. ഗ്രാമത്തിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ ഖത്തറിലെത്തുകയും ഖത്തറിൽ നിന്നുകൊണ്ട് അവർ ഈ നാടിൻ്റെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തപ്പോൾ അവർക്കൊരു തോന്നലുണ്ടായി, നമുക്ക് എന്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടാക്കി ഒരു സംഘടന പോലെ നിന്ന് ഒരു വേദി സൃഷ്ടിച്ച് അതുപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാം. ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ആദ്യം ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഈ ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്നത് പൊറ്റശ്ശേരിയാണ്. കേരളത്തിന്റെ വീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്. നരിയെ തൂക്കുന്ന സ്ഥലമായി അറിയപ്പെട്ടിരുന്ന പൊറ്റശ്ശേരിയിൽ നിന്ന് ദേശീയതയുടെ കനലുകൾ എരിയുന്ന പൊറ്റശ്ശേരിയിലേക്കുള്ള മാറ്റം.
ആ രാത്രി ഈ ഗ്രാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. കൊടുങ്ങല്ലൂർക്കാരനായിരുന്ന മുഹമ്മദ് സാഹിബ് കോഴിക്കോടാണ് അയാളുടെ തട്ടകമായി സ്വീകരിച്ചത്. അപ്പോൾ അല്ലമീൻ പത്രമൊക്കെ സ്ഥാപിച്ച് ജോലി ചെയ്ത് കോഴിക്കോട് നിന്ന്. അപ്പം അദ്ദേഹം കൊടിയത്തൂർ ഒരു പ്രസംഗത്തിന് പോയിരുന്നു. അന്ന് വാഹനമില്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് വാഹനം മണാശ്ശേരി നിർത്തിയിട്ട് ആണ് പോവുക. അന്ന് പാലങ്ങളും ഒന്നും കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു. അങ്ങനെ മുഹമ്മദ് സാഹിബ് കൊടിയത്തൂർ പ്രസംഗത്തിന് പോയി. അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇതിലെങ്ങനെ മണാശ്ശേരിക്ക് നടന്നു പോകുന്നത് കൊടിയത്തൂർ നമ്മുടെ ചേന്നമംഗലൂർ കടന്ന് പുൽപ്പറമ്പ് പൊറ്റശ്ശേരി ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് നടന്നു പോകാൻ കഴിയും. ചെറിയ ഊട് വഴിയാണെന്നുള്ളത്, അല്ല റോഡുകളൊന്നുമില്ല. അങ്ങനെ പോകുമ്പോഴാണ് പൊറ്റശ്ശേരി വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായത്. ഇവിടുന്ന് അങ്ങനെ ഹൃദയസ്തംഭനം ഉണ്ടായി. തൊട്ടടുത്ത് നമ്മുടെ അങ്ങാടിക്കടുത്ത് ഒരു വീടുണ്ടായി, ഒറ്റ വീടുണ്ടായി. ആ വീട്ടിൽ കൊണ്ട് കിടത്തി അവിടെ എത്തി. അപ്പം തന്നെ അദ്ദേഹം മരിച്ചു പോയി. അപ്പം അങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു കോൺഗ്രസ് നേതാവ്, ഒരു അതികായകനായ കേരള സംസ്കാരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു മഹാനായ മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ മരണം നടന്ന സ്ഥലമാണ് പൊറ്റശ്ശേരി എന്ന ഒരു ചരിത്രം കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങാടി ഇപ്പോൾ കാണാം. ഇപ്പോൾ ഞങ്ങളവിടെ ഒരു പുതിയ അദ്ദേഹത്തിന് ചെറിയൊരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്മാരകം എന്ന് പറഞ്ഞാൽ ശവകുടീരം പോലെ ഒന്നും ഉണ്ടാക്കിയല്ല. അത് ഇവിടെ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് പുതിയ തലമുറയ്ക്ക് വിവരം കൊടുക്കാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ. ഒട്ടേറെ കോളേജ് കുട്ടികൾ അവിടെ വരാറുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് MM കോളേജിലും അതുപോലെ കോടഞ്ചേരുന്ന കുട്ടികൾ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് പൊറ്റശ്ശേരി എന്നാണ് ഞങ്ങളെ അറിയിക്കാൻ. ഇവിടെ ജാതിയും മതവുമില്ല. ആഘോഷങ്ങളിൽ പോലും മനുഷ്യത്വത്തിന്റെ ഒരൊറ്റ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ നാം ഇവിടെ ഒത്തുചേരുന്നു. പല മഴക്കാലങ്ങളിലും പുഴകൾ കരകവിഞ്ഞു ഒഴുകാറുണ്ട്. എന്നാൽ പ്രളയജലത്തേക്കാൾ വേഗത്തിൽ ഒഴുകിയെത്തുന്ന മനുഷ്യസ്നേഹത്തിന്റെ കഥകളാണ് ചേന്നമംഗലൂരിന് പറയാനുള്ളത്. പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ കാഴ്ചപ്പാടും ഒത്തുചേരുന്ന ചേന്നമംഗലൂർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ പോലെയാണ്. ആ ഒഴുക്കിൽ അറിവുണ്ട്, സ്നേഹമുണ്ട്, അതിജീവനത്തിന്റെ കരുത്തുണ്ട്. അറിവിന്റെയും സ്നേഹത്തിന്റെയും ഈ പ്രയാണം ഇനിയും തുടരും. ചേന്നമംഗലൂർ അറിവിന്റെയും അതിജീവനത്തിന്റെയും മണ്ണിൽ നിന്ന് ഞങ്ങൾ സ്നേഹത്തോടെ